ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഞങ്ങളുടെ വയലിലെ കുറച്ച് കൃഷികളും ഒക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിന്ന് വയലിലോട്ട് പോയപ്പം കുറച്ച് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ അതെല്ലാം കാണിക്കാമെന്ന് കരുതി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ നമ്മുടെ വയലിലെത്താൻ. വയലിൽ എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ. വാഴ മാത്രമല്ല, വാഴ, ചീനി, ചേമ്പ്, ചേന, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ കൃഷിയും കൂടെ മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ വാഴ മാത്രം, മരച്ചീനി മാത്രം അങ്ങനെയല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ വയലിൽ എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ടല്ലോ. ഇതിപ്പോൾ ആ വയലിനോട് ചേർന്ന് ചെറിയൊരു കൊച്ചു തോടുണ്ട്. ആ തോടിനോട് ചേർന്നാണ് ഞങ്ങളുടെ വയൽ. നല്ല ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നമുക്ക് വയലിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു നല്ല കുളിർമയാണ് വയലിൽ വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ. എങ്കിലും എന്നൊന്നും വരാറില്ല, വല്ലപ്പോഴും ഒക്കെ പോവും. ഇപ്പം വാഴ കുലച്ച് നിൽപ്പുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും പഴം കാണും. എല്ലാത്തരം വാഴ ഉള്ളതുകൊണ്ട് ഈ ഞാലിപ്പൂവനും പാളയന്തോടനും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും കൊല കാണുമല്ലോ. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നോരോന്ന്. വലിയ കൊലയാണെങ്കിൽ നമ്മളങ്ങ് കൊടുക്കും. ചെറിയ കൊലകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പഴുപ്പിക്കാൻ എടുക്കും. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പഴുത്താൽ പിന്നെ അത് തിന്നാൻ പാടല്ലേ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊലകൾ വീഴാറുണ്ട്. ഏത്തവാഴയുണ്ട് കേട്ടോ. ഏത്തവാഴ നമ്മുടെ ആവശ്യത്തിനുള്ള പഴം തിന്നാനുള്ള കൊലകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പയ്യനെ ജോലിക്ക് നിർത്തിയേക്കുവാണ്. അയാൾ ഈ പഴയ മൂടൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ വാഴക്കന്ന് മാറ്റി നടാനും വളം ഇടാനും ഒക്കെ ആയിട്ട് പയ്യനെ നിർത്തിയേക്കുകയാണ്. എല്ലാം മരക്കമ്പെല്ലാം പുഴുത് കഴിഞ്ഞ് കേട്ടോ. ചീനിക്കമ്പെല്ലാം മാറ്റി പുതിയ ചീനിക്കമ്പ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി കുറച്ച് തീരാറായ അവസാനം വന്ന കുറച്ച് ചീനിക്കമ്പൊക്കെ ഉള്ളൂ. അത് നമ്മൾ പുതിയ കമ്പ് കൊണ്ടുവന്ന് നല്ല പണയൊക്കെ വെട്ടി നടാനായിട്ടാണ് ആളെ നിർത്തിയിരിക്കുന്നത്. മഴ കാരണം എല്ലാം അങ്ങ് താമസിച്ച് ഇപ്രാവശ്യം. മഞ്ഞളും ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എന്തെല്ലാം സാധനമുണ്ടോ അതെല്ലാം നട്ടിട്ടുണ്ട്. നേരത്തെ പയറൊക്കെ ഇടുമായിരുന്നു. പയർ, വെണ്ട അതൊക്കെ നടുമായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ അങ്ങനെ നട്ടു വെക്കും. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പയറൊക്കെ വന്ന് പിച്ചുമല്ലോ. പിന്നെ ഈ കടയിൽ നിന്ന് വിഷമടിച്ചുള്ള പയറൊന്നും വാങ്ങിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നട്ട് വെക്കാറുണ്ട്. ഇനിയിപ്പം നല്ല വെയിലൊക്കെ കാണുമ്പോഴത്തേക്കിനും നടാമെന്ന് കരുതിയിരിക്കുകയാണ്. നമുക്ക് ഇതൊക്കെ ഒരു രസമാണ്. പക്ഷേ ജോലിക്കാരെ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ജോലിക്കാരെ കിട്ടിയാലും അവർക്ക് ഭയങ്കര കൂലിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിന് കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു ലാഭമൊന്നും ഇപ്പോഴത്തെ കൃഷിക്കാർക്കൊന്നും കിട്ടാറേ ഇല്ല. പിന്നെ നെല്ല് കാണാനേ ഇല്ല. ഈ ഭാഗത്തെല്ലാം നെല്ല് ഇഷ്ടം പോലെ, ഈ സമയത്ത് ചിങ്ങമാസത്തിൽ ഇഷ്ടം പോലെ നെല്ല് കൊയ്ത് കൊണ്ടുപോകുന്ന സമയമാണ്. ഇപ്പം നെല്ലെന്ന് പറയുന്ന സാധനം ഈ ഭാഗത്തേ ഇല്ല. എല്ലാവരും വാഴ ഈ കൊല കണ്ടോ വിളഞ്ഞ് നിൽക്കുകയാണ്. ഞാലിപ്പൂവൻ കായാണ്, അത് വിളഞ്ഞ് നിൽക്കുക. പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി ഇരിക്കുകയാണ്. പിന്നെ ഏതാണ്ട് കപ്പ എല്ലാം എലി കൊണ്ടുപോയി കഴിഞ്ഞതിൻ്റെ ബാക്കി ചേട്ടനത് പുഴുവാണ്. നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാൻ പുഴുങ്ങാൻ നല്ല ചീനിയാണ് കേട്ടോ. അന്നേരം അത് കൊണ്ടുപോയി പുഴുങ്ങാമെന്ന് വിചാരിച്ച് 2-3 പൂട് പുഴുതതാണ്. അതിനകത്തെങ്ങും ഒന്നുമില്ല, കുറേയൊക്കെ അങ്ങ് എലി കൊണ്ടുപോയി. പിന്നെ ഉള്ളത് നമുക്ക് കൊണ്ടുപോയി പുഴുങ്ങാമെന്ന് കരുതി. നല്ല ചീനിയൊക്കെ നേരത്തെ പുഴുത് കഴിഞ്ഞു. ഇനി പുതിയ കമ്പ് വെട്ടി വെക്കണം. ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇനി ആളെ നിർത്തുകയാണ്. ഇന്നത്തേക്കിന് ഇപ്പോൾ ഈ പയ്യനെ നിർത്തിയേക്കുവാണ്. അവനാണ് നമ്മളെ സ്ഥിരം ജോലിക്കാരൻ. അവനെല്ലാം നോക്കി കണ്ടങ്ങ് ചെയ്തോളും. നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്യുന്ന പയ്യനാണ്. പിന്നെ കുറച്ച് മരക്കമ്പൊക്കെ നമ്മൾ നട്ടിട്ട് അത് കിളിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ സൈഡിൽ തീരുമ്പോൾ ഒരു സൈഡിൽ കൂടെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒന്നിച്ച് ഒരേ സമയം തന്നെ എല്ലാം കൃഷി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു സൈഡ് നട്ട് ഒരു സൈഡിൽ കിളിച്ച് വരുമ്പോഴത്തേനും അടുത്ത സൈഡിൽ തീരും. അതുകൊണ്ട് നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വയലുള്ളത് കൊണ്ടേ നമുക്ക് ഒന്നിനും ഒരു പച്ചക്കറിക്കൊന്നും ഇപ്പോൾ ഉരുളൻകിഴങ്ങും ഉള്ളിയും അതൊക്കെ ഉള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ബാക്കി പച്ചമുളകും വെണ്ടയും പയറും എല്ലാം നമുക്ക് വയലിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൃഷി ചെയ്ത് എടുക്കാറുണ്ട്. വാഴക്കൊലയൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ട്. ഓണത്തിന് വെട്ടാൻ കൊള്ള 1-2 എണ്ണമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടൊക്കെ ഓണത്തിന് നല്ലോണം കൊടുക്കാൻ നിൽപ്പുണ്ടായിരുന്നു. ഏത്തക്കൊലയൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മൾ കൃഷി ചെയ്തതിൻ്റെ കണക്കുള്ള ലാഭമൊന്നും കിട്ടാറൊന്നുമില്ല. അതുകൊണ്ടൊക്കെ പിന്നെ അങ്ങ് നിർത്തിയത്. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് മാത്രമേ നമ്മൾ കൃഷി ചെയ്യാറുള്ളൂ. അത് മതിയെന്ന് വിചാരിച്ച്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള
അത് വിഷമടിച്ച നമുക്ക് കഴിക്കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വയലിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഇത് ചുമന്ന എന്താ ആ വാഴയ്ക്ക് എന്താ പറയുന്നത്, ആ കായുള്ള ഇതാണ് കപ്പവാഴ എന്നാണ് അതിന് പറയുന്നത്. അത് മിക്കവാറും ആ വയൽ മേടിച്ചപ്പോഴേ ഉള്ളത്. ഇഷ്ടം പോലെ കപ്പക്കൊല പിടിക്കും അതിനകത്ത്, ഈ വയലിൽ. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കപ്പക്കൊല കിട്ടും. ഇത് പിന്നെ ചേന നമ്മൾ ഒരു ചേന എന്തായാലും കൊണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ അവനെ കൊണ്ട് പുഴിയിപ്പിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം പിടിച്ച ചേനയാണ്. അത് ഞങ്ങൾ കൊണ്ടുപോയി അതിപ്പോൾ വേവിക്കാൻ, ഇപ്പം നല്ല വെണ്ണ പോലെ വേവും അത്. അന്നേരം അത് കൊണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ അയാൾ കിളച്ച് തരികയാണ്. അതിന് തട കൊണ്ടുപോയി നമുക്ക് തോരനും വെക്കാം, ചേന പുഴുങ്ങിയോ പിന്നെ അവിയൽ ഇടാനും ഒക്കെ നല്ലതാണ് ഈ സമയത്ത്. ഇത് കഴിഞ്ഞ വർഷത്തെ ചേന കിടന്ന് കിളിച്ചതാണ്. ഇതുപോലത്തെ 2-3 എണ്ണം അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അതിലൊരു ചേന എനിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ആ പയ്യൻ പിന്നെ കിളച്ച് തരികയാണ്. ഒരുപാട് വലിയ ചേനയൊന്നും അല്ല, ഒരു വിധം വേണ്ടില്ലാണ്ട് ആ ചേന. പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ചീനി, ചേനത്തട ഒക്കെ കിട്ടി. ഞാനത് കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഇനി വാഴക്കൂമ്പ് നിൽക്കുന്നതാണെന്ന്. വാഴക്കൂമ്പ് അവിടെയൊക്കെ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ 2-3 വാഴക്കൂമ്പും കൂടെ കൊണ്ടുപോകണമെന്ന് കരുതി. ഇതിപ്പോൾ ഒരു ചുമന്ന വാഴ വിളഞ്ഞ് നിൽക്കുകയാണ്, ചുമന്ന കൊല. അതും ഏകദേശം വിളവായി നിൽക്കുകയാണ്. വാഴക്കൂമ്പ് നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ആ ചേച്ചിക്കൊക്കെ വാഴക്കൂമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് 2-3 വാഴക്കൂമ്പും കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി. അങ്ങനെ നോക്കി അതിനകത്തുനിന്ന് തേനൊക്കെ എടുത്ത് ഞാൻ കുടിച്ചിട്ട് വാഴക്കൂമ്പ് ഒടിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി ഇതെല്ലാം കൂടെ സ്കൂട്ടിയിൽ ഇനി കൊണ്ടുവരും. അന്ന് സ്കൂട്ടി അവിടെ വരെ വയൽ വരെ സ്കൂട്ടി എത്തുന്നത് കൊണ്ട് നമുക്ക് അതിൽ വെച്ചുകൊണ്ട് ഇനി പോരാം. അല്ലാതെ ചുമന്നുകൊണ്ട് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്കൂട്ടി എത്തുന്ന ദൂരെ ഉള്ളതുകൊണ്ട് അതിലെ കൂടെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് 2 കുട്ടികൾ അവിടെ നിന്ന് ചൂണ്ടയിടുന്ന കണ്ടത്. ചൂണ്ടയിടുന്ന കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വന്ന്. നമ്മൾ ഇങ്ങനെ തോട്ടിൽ മീൻ പിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ ഈ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടി ഒത്തിരിയും കഷ്ടപ്പെട്ടാണ്, എത്രയോ നേരം നിന്നിട്ടാണ് അവന് ഈ ഒരു മീനെ കിട്ടിയത്. അങ്ങനെ അവൻ്റെ സന്തോഷത്തോടുള്ള ചിരിയുണ്ട്. ഞാനിത് ഷോർട്സിലിട്ടിട്ടുണ്ട്, ഈ കുട്ടികൾ മീൻ പിടിക്കുന്നതും അതെല്ലാം ഞാൻ അങ്ങനെ ഷോർട്സിലിട്ടിട്ടുണ്ട്. അന്നേരം ചോദിച്ചു എൻ്റെ കൂടെ, ആൻറ്റിക്ക് ചാനലുണ്ടോ, ഞങ്ങളെ അതേ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ വയലിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി ഇതുപോലെ വയലിലൊക്കെ പോകുമ്പോൾ ഞാൻ എടുത്ത് വീഡിയോ ഇടാം. ഈ കുട്ടികളുടെ മീൻ പിടുത്തമാണ് എനിക്ക് ഏറ്റവും രസകരമായി ഇതിൽ തോന്നിയത്. അവർ കുറേ നേരം അതിനകത്ത് വരയോ ഏതാണ്ടൊക്കെ നിറച്ച് കുറച്ച് നേരം അത് പിടിച്ച് വെച്ചിട്ടാണ് ഇത് ഇട്ടിട്ട് കുറേ നേരം നിന്നിട്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി